ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. The next government is going to take a revolutionary step to compensate our women for what they do for our country. The first thing we're going to do is we're going to make a list of every single Indian family below the poverty line. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. മാന്യപ്രേക്ഷകർക്ക് ടോപ്പ് ഇൻ ടൗൺ സ്ഥാനാർത്ഥികൾക്കൊപ്പം പരമ്പരയിലേക്ക് സ്വാഗതം. 5 വർഷത്തിനിടയിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഒരുപക്ഷെ ഒരു വിവാദങ്ങളിലും ഉൾപ്പെടാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു MP എന്ന പേര് നേടിയിട്ടുള്ള പാലക്കാട്ടുകാരുടെ പ്രിയങ്കരനായ MP ശ്രീ VK ശ്രീകണ്ഠൻ നമ്മോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതുമായിട്ടാണ് തങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ ഇറങ്ങുന്നത്. എന്താണ് പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അജണ്ട, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഈ ഇടയിൽ? അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു മാസം പാലക്കാട് ജില്ലയിലുടനീളം ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജയ് ഹോ പദയാത്ര നടത്തിയിരുന്നു. താങ്കൾ ദാസ് മാട്ടുബന്ധ അന്ന് വന്നിരുന്നു. അപ്പോൾ ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ 421 കിലോമീറ്ററാണ് കാൽനടയായി യാത്ര ചെയ്തത്. അപ്പോൾ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കാണാനും അറിയാനും ആ പദയാത്രയ്ക്ക് കഴിഞ്ഞു. പദയാത്ര കഴിഞ്ഞ് വരുന്ന ദിവസമാണ് എന്നെ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് സ്ഥാനാർത്ഥി പര്യടനം മറ്റ് തിരക്കായിരുന്നു. അന്ന് എൻ്റെ അനുഭവം വെച്ച് അന്ന് ജില്ലയിലുടനീളം സഞ്ചരിച്ചപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള വികസന പ്രവർത്തനമാണ്. ഇത് പാർട്ടി ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന, പാർട്ടി ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിന് പ്രത്യേക പരിഗണന, അന്ന് ജനപ്രതിനിധിയെ കാണണമെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ കത്ത് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഞാനന്ന് കേട്ടിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സ്വയം രൂപീകരിച്ച ഒരു നയം, അതായത് ജനപ്രതിനിധി ആകുന്നത് വരെ സ്ഥാനാർത്ഥിയാണ്, അതൊരു പാർട്ടിയുടെ മുന്നണിയാണ്. അത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ആ തെരഞ്ഞെടുപ്പിന് ഞാൻ എല്ലാവർക്കും വാക്ക് നൽകി, എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയാണെങ്കിൽ ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കും. അത് ഈ നാടിൻ്റെ, അതായത് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയം കലർത്തില്ല. അതുമാത്രമല്ല, നിഷ്പക്ഷമായിട്ടായിരിക്കും എൻ്റെ പ്രവർത്തനം. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് അന്ന് UDF നേതാക്കന്മാരായിട്ട് ആലോചിച്ചു, പാർട്ടി നേതാക്കന്മാരായിട്ട് ആലോചിച്ചു, കോൺഗ്രസ് ലീഡേഴ്സിനായിട്ട് ആലോചിച്ചു. അവരോട് ആലോചിച്ച് തന്നെ ഞാൻ പ്രഖ്യാപിച്ചു, എന്നെ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ കാണാൻ വരാൻ ഒരു പാർട്ടി നേതാവിൻ്റെയും കത്ത് ആവശ്യമില്ല. വരുന്ന ആളോട് അവരേത് പാർട്ടിയാണ് എന്ന് ചോദിക്കില്ല. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും അതുകൂടെ എൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ടാകും. ഞാൻ എൻ്റെ 5 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ ആക്ഷേപം എൻ്റെ എതിരാളികൾ പോലും പറയില്ല. കാരണം ഇവിടെ LDF ആണ് കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നത്. BJP ഭരിക്കുന്ന പാലക്കാട്, നിങ്ങൾക്കറിയാം, പാലക്കാട് ഹെഡ്ക്വാർട്ടറിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തകർന്നു വീണ് 4 വർഷം മുമ്പാണ്. അപ്പോൾ അത് BJP നഗരസഭ. പക്ഷെ ജനങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു, യാത്രക്കാർ, അവിടുത്തെ വ്യാപാരികൾ മുഴുവൻ ആവശ്യപ്പെട്ടു, അത് പുനർനിർമ്മിക്കണം, അവിടെ ഒരു ബസ് ടെർമിനൽ വേണം. അപ്പോൾ ഞാൻ സാങ്കേതിക വശമൊക്കെ പരിശോധിച്ചപ്പോൾ ടെർമിനൽ നമുക്ക് അനുവദിക്കാൻ കഴിയും MP ഫണ്ടിൽ നിന്ന്. അപ്പോൾ നഗരസഭയായിട്ട് ആലോചിച്ചപ്പോൾ അവർക്ക് തന്നെ ഒരു അതിശയം, നമ്മൾ MP നഗരസഭയ്ക്ക് ഫണ്ട് തരും. ഇത് നഗരസഭയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത്, MP ഫണ്ട് കൊടുക്കുന്നത് ജനങ്ങളുടെ, നഗരസഭ ഏറ്റെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമല്ല, ആര് ഭരിക്കുന്നു എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ ആ നഗരസഭയ്ക്ക് ബസ് ടെർമിനലിന് ഫണ്ട് കൊടുത്തതിൽ ചില ആളുകൾ സംശയം ചോദിച്ചു, എന്തിനാ BJP ഭരിക്കുന്നിടത്ത് കൊടുക്കും. ഇത് BJP ഭരിക്കുന്നതായിട്ടല്ല. എൻ്റെ മണ്ഡലത്തിലെ മണ്ണാർക്കാട് തൊട്ട് കല്ലടിക്കോടും കോങ്ങാടും ചെർപ്പളശ്ശേരിയുള്ള ഭാഗങ്ങളിലെ മുഴുവൻ യാത്രക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനെയാണ്, പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് ഉപയോഗിക്കാനാണ് മുനിസിപ്പൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ. അവർക്ക് രാഷ്ട്രീയമുണ്ടോ?
അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് എൻ്റെ മണ്ഡലത്തിലെ ഒരുപാട് സ്ഥലത്തെ ആൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ടെർമിനൽ അനുവദിച്ചത്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു. അപ്പോൾ LDF ഭരിക്കുന്ന നിരവധി പഞ്ചായത്ത് ഫണ്ട് കൊടുത്തപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അത് ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ചോദ്യം. കാരണം അതിന് മുമ്പത്തെ അനുഭവമാണ്. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറെ എൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നുമില്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. യാതൊരുവിധ രാഷ്ട്രീയ വിവാദങ്ങളിലും ഇടപെടാതെ സൗമ്യമായ ഇടപെടലിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച VK ശ്രീകണ്ഠൻ കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായാണ് ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത്. പാലക്കാട് വീണ്ടും ശ്രീകണ്ഠൻ എന്ന ക്യാപ്ഷനോടെയാണ് UDF പ്രവർത്തകർ ആവേശത്തോടെ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടുമുള്ള കടുത്ത ആരാധന മനസ്സിൽ സൂക്ഷിച്ച് KSUവിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് കടന്നു വന്ന VK ശ്രീകണ്ഠന് ജീവിത വഴികളിലെ കരുത്തുറ്റ അനുഭവങ്ങളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമായി മാറിയത്. DCC പ്രസിഡന്റായിരിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ ജില്ലയിലെ 88 പഞ്ചായത്തുകളിലൂടെയും 7 മുനിസിപ്പാലിറ്റികളിലൂടെയും കടന്നുവന്ന VK ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള ജയ്ഹോ എന്ന 421 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദയാത്ര നെല്ലിയാമ്പതിയിൽ അവസാനിക്കുമ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന AICCയുടെ നിർദ്ദേശമെത്തിയത്. 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ട പാലക്കാട് മണ്ഡലത്തിൽ വിജയം അസാധ്യമാണെന്ന് പ്രവർത്തകർ വിലയിരുത്തിയപ്പോൾ താൻ ജയിക്കുമെന്ന് VK ശ്രീകണ്ഠൻ ഉറപ്പു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളത്തിലെ സകലവിധ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിശകലനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് VK ശ്രീകണ്ഠൻ വിജയിച്ച് പാലക്കാടിൻ്റെ പ്രതിനിധിയായി 17ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ വളരെ വലിയൊരു സൗഹൃദ വലയം സ്ഥാപിച്ചെടുത്തതിൻ്റെയും താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ചതിൻ്റെയും വെളിച്ചത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയാണ് VK ശ്രീകണ്ഠനുള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ അതൊന്നും രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ, ജനപ്രതി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനിയും അത് തുടരും. നമ്മൾ തമ്മിലുള്ള നല്ല സൗഹൃദം, നല്ല ബന്ധം, ഈ നാടിൻ്റെ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നുമില്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സാധാരണഗതിയിൽ MP ആയി MLA ആയി ഒറ്റ ആളും ഫോൺ എടുക്കാറില്ല. ഒന്നുകിൽ അയാൾക്കൊരു സെക്രട്ടറി ഉണ്ടാവും. പക്ഷേ എനിക്ക് പോലും അത്ഭുതം തോന്നി, ഞങ്ങളെ പോലുള്ള പത്രപ്രവർത്തകർക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും ശ്രീകണ്ഠൻ ഫോൺ എടുക്കുന്നു. ഈ ഫോൺ എടുക്കുന്ന ഒരു MP, കാരണം വെച്ചാൽ ഒരു സെക്രട്ടറി ഇല്ല, വേറെ ആരുമില്ല, റെസിസ്റ്റൻ്റ് പോലും ഇല്ലാതെ. പക്ഷേ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഏത് സമയത്ത് ആളുകൾ വിളിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ട് ശ്രീകണ്ഠന്? എൻ്റെ ഫോൺ എപ്പോഴും സൈലൻറ്റിലായിരിക്കും. സൈലൻറ്റിലായ ഫോൺ എങ്ങനെയാണ് എപ്പോഴും എടുക്കുന്നത് എന്നുള്ളത് എന്നോട് എല്ലാവരും ചോദിക്കും. ഈ ചോദ്യമല്ല, ഫുൾ ടൈം സൈലൻ്റ് ആയിരിക്കും. എൻ്റെ ഫോൺ എവിടെ റിങ് ചെയ്തായിട്ട് കാണില്ല, പക്ഷെ ഞാൻ ഫുൾ ടൈം ഫോൺ എടുക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്. കോവിഡ് കാലത്ത് വിദേശത്തു നിന്നും, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം തോന്നുന്നത്, വിദേശത്തു നിന്നും മരണഭയം കൊണ്ട് വിളിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, പ്രഗ്നൻറ്റ് ലേഡീസ്, ഓൾഡ് ഏജസ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാവരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനപ്രതിനിധികളെ വിളിക്കും. പലരും സ്വിച്ച് ഓഫാണ്. ജനപ്രതിനിധികൾക്ക് കോവിഡ് വരുമല്ലോ, പലരും കോവിഡ് വന്ന് കിടന്നവരുണ്ട്. അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാതായവരുണ്ട്. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളുകൾക്ക് അവൈലബിളായി കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അത് അവിടെ ഉള്ളവർക്ക് മോശമാവും. അതുകൊണ്ട് കാസർഗോഡ്, തിരുവനന്തപുരം വരെ വിവിധ പ്രദേശത്തു നിന്ന് ഉള്ള ആളുകൾ, വിദേശത്തുള്ളവർ എന്നെ ഫോണിൽ വിളിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഓഫീസ്. എൻ്റെ വീടിൻ്റെ പിന്നിലൂടെ പോയാൽ എൻ്റെ ഓഫീസിലേക്ക് എത്തും. അപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ നടക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷനുള്ള സമയമാണ്, ലോക്ക്ഡൗൺ പീരീഡാണ്. ആ സമയത്തും എൻ്റെ ഓഫീസ് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ അവർക്കൊക്കെ വേണ്ടി എംബസി മുഖാന്തരം ഇടപെട്ട് അവരെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എനിക്ക് വലിയ അഭിമാനം തോന്നും. പിന്നെ ചില സമയത്ത് ഭയങ്കര ന്യൂസൻസാണ്, പ്രത്യേകിച്ച് രാത്രി ആ സമയത്തിന് ശേഷം വരുന്ന കോളുകൾ
അത് ഒന്ന് ഫോൺ വയ്ക്കില്ല, രണ്ട് അവർ നല്ല സ്വഭാവത്തിലല്ല. പക്ഷെ അതും ചില ആളുകളൊക്കെ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്, സ്വാഭാവികമായിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തേ പറ്റൂ. വിദേശത്തുനിന്ന് വിളിക്കുന്ന കോളുകളുണ്ട്, അവർക്ക് അവിടെ സമയം ആയിട്ടില്ല, രാത്രി ആയിട്ടില്ല. പക്ഷെ നമ്മൾ അർദ്ധരാത്രി കഴിഞ്ഞ് ഒന്ന് മയങ്ങണ സമയത്തായിരിക്കും. അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ, അതായത് ഇവിടെ രാത്രി അവിടെ പകലാകുമ്പോൾ അവർക്ക് സുഖമാണ് വിളിക്കാൻ. പക്ഷെ നമ്മളുടെ രാത്രിത്തെ ഉറക്കാൻ പോകുന്നു. അവരൊക്കെ വെച്ചാൽ നെറ്റ് കോളാണ്, വിളിച്ചാൽ ഫോൺ വെക്കില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുള്ളത് ഒഴിച്ച് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ കാര്യം കേൾക്കാനും അതിൽ ഇടപെടാനും കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനതിൽ MP എന്ന നിലയിൽ ഇപ്പോൾ രണ്ട് മുന്നണികളും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ കഞ്ചിക്കോട് വ്യവസായ മേഖല പോലെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. ബെമൽ പോലുള്ള സംഭവങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വരുമ്പോൾ പാലക്കാട്ടെ MP പാർലമെൻറ്റിൽ നിശബ്ദനായിരുന്നു എന്ന ആരോപണം വളരെ വ്യാപകമായിട്ട് വരുന്നു. ഇത്തരം ഒരു ആരോപണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഈ ബെമൽ ലിസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ബെമൽ സ്വകാര്യവൽക്കരിക്കാൻ ലിസ്റ്റ് ചെയ്തത് 2017. അന്ന് ഞാനല്ല MP. ഞാൻ MP ആവുന്നത് 2019. 2017 ലിസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു പത്രസമ്മേളനത്തിൽ, 2017 ലിസ്റ്റ് ചെയ്ത കമ്പനി പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ MPക്ക് എത്ര കമ്മീഷൻ കിട്ടിയെന്ന് ചോദിച്ചു. പിന്നത്തെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. AK ആൻ്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന 9 ഫാക്ടറികളിൽ ഒന്ന് പാലക്കാട് ബെമലാണ്. അപ്പോൾ സ്വന്തം കുട്ടിയെ കൊല്ലാൻ അമ്മ തയ്യാറാവുമോ? ഞങ്ങൾ കൊണ്ടുവന്ന ബെമലിൻ്റെ പിതൃത്വപ്പോൾ CPM ഏറ്റെടുക്കുക, ഇതൊക്കെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയമല്ലാതെ. പിന്നെ MP ഇടപെട്ട കാര്യം, MP ചോദിച്ച കാര്യം, MP പറഞ്ഞ കാര്യം, നിങ്ങൾ ലോക്സഭയിലെ രേഖ വെച്ച് MP എടുത്ത് വാ, ഒരു സംവാദത്തിന് വാ, നമുക്ക് തെളിയിക്കാം. പിന്നെ സംവാദവും ഇല്ല, പിന്നെ വാർത്തയില്ല, പിന്നെ പ്രതിഷേധമില്ല, ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. അതിശക്തമായിട്ട് ബെമൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുള്ള ആളാണ്. അത് മുഴുവൻ നിങ്ങളും വെബ്സൈറ്റ് നോക്കി പരിശോധിക്കുക. അതുപോലെ തന്നെ കഞ്ചിക്കോട് വ്യവസായ മേഖല IT പാർക്കാകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യുന്നില്ല പാലക്കാട് MP എന്നുള്ള മറ്റൊരു ആരോപണം കൂടെ. കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. MP എല്ലാം അവിടെ വ്യവസായം കൊണ്ടുവരിക ഗവൺമെൻറ്റാണ്. MP മുഖാന്തരം നിരവധി വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധി തീർത്തിട്ടുണ്ട്. നിങ്ങൾ മറന്നുപോയെന്നറിയില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയായിരുന്നത് പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ പൂട്ടൽ ഭീഷണിയിലായിരുന്നു. ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷനിൽ പോകണം. അത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡൽഹി ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവിടെ ബോർഡ് മാറ്റി. അതായത് ഈ ത്രിപുരയിലൊക്കെ CPIMൻ്റെ പ്രവർത്തകർ കൂട്ടത്തോടുകൂടി BJPക്ക് പോയപ്പോൾ CPMൻ്റെ കെട്ടിടത്തിന് മുകളിലൊക്കെ BJP എന്ന് എഴുതി വെച്ച് കൂട്ടത്തോടുകൂടി പോയി. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനത്തിന് ഒറ്റ രാത്രി രാവിലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് കേരള എന്ന് എഴുതി വെച്ചു. സത്യത്തിൽ കേരളം ഏറ്റെടുത്തിട്ടുമില്ല, കേന്ദ്രം കൊടുത്തിട്ടുമില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബോർഡ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ MP ആയി വരുന്നത്. വർഷങ്ങളായിട്ടുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ, ശമ്പള കുടിശ്ശിക, അവിടുത്തെ പ്രതിസന്ധി, ഇതെല്ലാം ഒറ്റയടിക്ക് പരിഹരിച്ച MP ഞാനാണ്. വർഷങ്ങളോളം പ്രതിസന്ധിയിലായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, അതിൻ്റെ CMDയെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചു വരുത്തി. INTUC മാത്രമല്ല, CATU, BMS തൊഴിലാളികളെ ഒരുമിച്ചിരുത്തിയ ഏക MP ഞാനാണ്. അപ്പോൾ ഈ 3 സംഘടനകളെ ഒരുമിച്ചിരുത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക, പ്രമോഷൻ എല്ലാം പരിഹരിച്ച് ലാഭത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ MP ഇടപെട്ടില്ല എന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. തെരഞ്ഞെടുപ്പ് ഗോതിയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ യാതൊരുവിധ ടെൻഷനുമില്ലാതെയാണ് VK ശ്രീകണ്ഠൻ വോട്ടർമാരുടെ മുന്നിൽ എത്തുന്നത്. തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് പ്രസംഗിക്കാൻ VK ശ്രീകണ്ഠൻ ശ്രദ്ധിക്കുന്നു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തുറന്ന വാഹനത്തിലാണ് ശ്രീകണ്ഠൻ സഞ്ചരിക്കുന്നത്. പൈലറ്റ് വാഹനത്തിന് പിറകിലായി പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ UDF നേതാക്കളോടൊപ്പം മുന്നോട്ട് പോകുമ്പോൾ വീടുകൾക്ക് മുന്നിലെത്തുന്ന അമ്മമാരോടും കുട്ടികളോടും കൈകാണിച്ചാണ് VK ശ്രീകണ്ഠൻ കടന്നു പോകുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഹാൻഡ്മൈക്കുമായി നടന്ന ചെറുപ്രസംഗങ്ങളിലൂടെ ആളുകളുടെ മുന്നിലെത്തി അവരിൽ ഒരാളായി VK ശ്രീകണ്ഠൻ മാറുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളും ചെറിയ വാക്കുകളിലൂടെ വിശദീകരിച്ചാണ് VK ശ്രീകണ്ഠൻ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത്
പാലക്കാട് നഗരത്തിലെ UDFിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റും അതുപോലെ തന്നെ ദീർഘകാലം NGO അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന DCC ജനറൽ സെക്രട്ടറി C. ബാലനും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരുമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് 5 വർഷത്തെ ഒരു MP-യുടെ ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്? ഞങ്ങൾ തികച്ചും ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം MP എന്ന നിലയിൽ ശ്രീ VK ശ്രീകണ്ഠൻ നടപ്പാക്കിയ വികസന പദ്ധതികൾ 24 മണിക്കൂറും ഈ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ വാർഡുകളിൽ ഈ വളരെ സിൻസിയറായി കഠിനാധ്വാനത്തോടു കൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ VK ശ്രീകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് എത്താത്ത ഒരു പ്രദേശവും പാലക്കാട് മണ്ഡലത്തിലില്ല. ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുമ്പോൾ സമയത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്? കാരണം ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയാണ്? ഈ റെയിൽവേ പിറ്റിലെ അദ്ദേഹം എല്ലാ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് റെയിൽവേ പിറ്റിലെ. നമുക്കറിയാം, റെയിൽവേ പിറ്റിലയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്, അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അത് ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ദീർഘദൂര ട്രെയിനുകൾ, ഒട്ടനവധി ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് നിന്നും ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ആ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ധാരാളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ടർമാരെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണം, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ, ഇതിന് എങ്ങനെയാണ് മുന്നിൽ വെക്കുന്നത് വോട്ടർമാരുടെ മുന്നിൽ? ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് ഈ ഇന്ത്യയിൽ മതേതരത്വം നടപ്പാക്കുക എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നടപ്പാക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യം. മതേതരത്വം നടപ്പാക്കുക, ജനാധിപത്യം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഇനി എന്തായിരിക്കും പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ VK ശ്രീകണ്ഠൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏതെല്ലാം മേഖലകളിലാണ് വികസനം യാഥാർത്ഥ്യമാക്കുക? അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം വോട്ടർമാരുടെ മുന്നിൽ എന്തെല്ലാമാണ് വയ്ക്കുന്നത്? അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങിവെച്ച ഒട്ടനവധി പദ്ധതികളുണ്ട്. തീർച്ചയായും അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ ആ തുടങ്ങിവെച്ച പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണമായി നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കും. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. ആയിരത്തി 1957 മണ്ഡല രൂപീകരണത്തിന് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് A. സുന്ന സാഹിബിലൂടെ കോൺഗ്രസ് വിജയക്കൊടി പാറിച്ചത്. പിന്നീട് തുടർച്ചയായി കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ പാലക്കാടിൻ്റെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയതോടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ വികസനത്തിൻ്റെ പുതിയൊരു ജാലകം തുറന്നിടുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി കടന്നു ചെല്ലുമ്പോൾ വോട്ടർമാർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുവെന്ന് VK ശ്രീകണ്ഠൻ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അനുവദിച്ച 17 കോടി രൂപയുടെ MP ഫണ്ടിൽ 16.73 കോടി രൂപ ചെലവഴിക്കാനായതായി VK ശ്രീകണ്ഠൻ സാക്ഷ്യപ്പെടുത്തുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. 3 വർഷത്തോളം മരവിച്ച് കിടന്ന പദ്ധതിക്ക് 61 കോടി രൂപ അധികമായി അനുവദിച്ചു. മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഓരോ പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മാണം 2.26 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കി. വിവിധ ആശുപത്രികളിലേക്ക് 36 കോടി രൂപയുടെ പദ്ധതികൾ എത്തിച്ചു. ജില്ലയിലെ 12 സ്കൂളുകളിൽ സ്കൂൾ ബസ് അനുവദിച്ചു. ഈ 5 വർഷത്തിനിടയിൽ ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് കാലത്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനം നടത്തിയതിൽ ഏറ്റവും സംതൃപ്തി നൽകിയ വിഷയം ഏതായിരുന്നു? അത് എനിക്ക് മൊത്തത്തിൽ സംതൃപ്തിയാണ്. 87 കോടി രൂപയാണ് എൻ്റെ ടെന്യൂവറിൽ PMGSY പദ്ധതിയിൽ പാലക്കാട്ട് വന്നത്. ഗ്രാമീണ റോഡുകളാണ്. പിറ്റ് ലൈൻ പദ്ധതി 4 വർഷത്തെ അധ്വാനമാണ്. 61 കോടി രൂപയാണ്. ഭാവി പറഞ്ഞാൽ അധികം ഭാവിയൊന്നും വേണ്ട, 2025 മാർച്ച് 31 പൂർത്തിയാവും പിറ്റ് ലൈൻ പദ്ധതി. ഏപ്രിൽ മുതൽ 1/2 ഡസൻ പുതിയ ലോങ് റണ്ണിങ് ട്രെയിൻസ്, അതായത് ദീർഘദൂര ട്രെയിനുകൾ പാലക്കാട് നിന്നും സർവീസ് നടത്താൻ പറ്റും.
ആകെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിനാണ് പാലക്കാട് എന്ന് പറഞ്ഞ പേരിൽ പോയത്. ഇപ്പോൾ ആ പാലക്കാട് പേര് പോയി, ഇപ്പോൾ അത് തിരുവനന്തപുരം മധുരയാണ്. പാലക്കാട് എന്ന് നെയിം ബോർഡ് വെച്ചിട്ട് 1/2 ഡസൻ ട്രെയിൻ ഓടിക്കാൻ VK ശ്രീകണ്ഠൻ കൊണ്ടുവന്ന പിറ്റ് ലൈനിൽ കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗ്രീൻഫീൽഡ് ഹൈവേ പൊടി തട്ടി എടുത്തതാണ്. ഒരു പ്രപ്പോസൽ അവിടെ മാസങ്ങളായിട്ട് പെൻഡിങ് കിടന്നത്. ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. മുഴുവൻ ഞാൻ ചെയ്തല്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റാണ്. പക്ഷേ അതിൻ്റെ തുടക്കം മുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് വരെ നഷ്ടപരിഹാര തുക കൊടുക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടത് വരെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇടപെടലാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. നമുക്ക് വരുന്ന പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ 6000 കോടിയാണ് പാലക്കാട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മൊത്തം 10000 കോടി രൂപയുടെ പ്രോജക്റ്റ്. ആകെ 121 കിലോമീറ്റർ, 61 കിലോമീറ്റർ പാലക്കാട്. 1899 കോടി രൂപ നഷ്ടപരിഹാര തുക മാത്രമാണ്. അപ്പോൾ അത് വരുന്നതോടുകൂടി പാലക്കാടിനുണ്ടാകുന്ന മാറ്റം ചെറുതല്ല. കൊച്ചി കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ, നിരവധി മൾട്ടിനാഷണൽ കമ്പനികൾ വരും. പുതുച്ചേരിയിൽ 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. അതിൻ്റെ നടപടികളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ്. ഈ 10 വർഷം എന്നെ മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ആൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ സഹായത്തിൽ നിന്നും 9.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കി. നിങ്ങളന്ന് പത്രക്കാരനാണ്. ആ പ്രോഗ്രസ് കാർഡിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. എത്രയാണെന്നറിയോ? 86 ലക്ഷം രൂപയാണ് 10 വർഷം MP ആയിരുന്ന ഒരാൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ട ആൾക്ക് ചികിത്സാ സഹായ പദ്ധതി കൊടുത്തത്. 4 വർഷം പിന്നിട്ടപ്പോൾ 3 കോടിയിലധികം രൂപയാണ് VK ശ്രീകണ്ഠൻ MP ഈ സംഭവം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ MP ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മനസ്സിലുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് എന്തായിരിക്കും? അതായത് വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് യാതൊരു പരിഗണനയും നൽകില്ല. അതുപോലെ തന്നെ നിഷ്പക്ഷമായിരിക്കും, നീതിപൂർവമായിരിക്കും എൻ്റെ പ്രവർത്തനം. പിന്നെ എൻ്റെ സ്വപ്ന പദ്ധതി പറഞ്ഞാൽ പാലക്കാടിൻ്റെ കാർഷിക പാക്കേജ്. ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും നിരന്തരമായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള ജില്ലയാണ്. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഉൽപ്പാദകരും മാത്രമല്ല, അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട്, ബൈ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട്, കയറ്റുമതിയായി ബന്ധപ്പെട്ട് വലിയൊരു സ്കോപ്പുള്ള ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ടാണ് ഞാൻ എയർപോർട്ട് പാലക്കാട് വേണമെന്ന് ആവശ്യപ്പെട്ടത്. കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും ലാഭം യാത്രക്കാർ യാത്ര ചെയ്തിട്ടല്ല, കാർഗോ ആണ്. പക്ഷേ പാലക്കാട് നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ധാരാളമായിട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പോൾ കാർഷിക മേഖലയിലൊരു വലിയ പാക്കേജ്, കുട്ടനാട് പാക്കേജ് പോലെ, ഇടുക്കി പാക്കേജ് പോലെ, വയനാട് പാക്കേജ് പോലെ പാലക്കാടിനും ഒരു കാർഷിക പാക്കേജ് വേണമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതിന് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഞാനിപ്പോഴും. പാലക്കാട് പാർലമെൻറ്റിലെ മണ്ഡലത്തിലെ ജനങ്ങളോട്, വോട്ടർമാരോട് എന്താണ് VK ശ്രീകണ്ഠൻ പറയാനുള്ളത്? കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പ്രവർത്തനം വിലയിരുത്തുക. ഞാൻ നിങ്ങൾക്ക് 5 വർഷം മുമ്പ് നൽകിയ വാഗ്ദാനം, ഓരോ പഞ്ചായത്തിലും ഓരോ പ്രദേശത്തും നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം ബാധിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, നിഷ്പക്ഷമായിട്ടാണോ ഞാൻ പ്രവർത്തിച്ചത്? എൻ്റെ അടുത്ത് വന്ന ആരോടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കണോ ജനപ്രതിനിധി? അത് നിങ്ങളാണ് എന്നെ ഉപദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഉപദേശിച്ച പ്രകാരം വോട്ടർമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാനത്ത് PNGSY റോഡ് നിർമ്മാണ പദ്ധതിയിൽ 13ാം സ്ഥാനത്തുണ്ടായിരുന്ന പാലക്കാടിനെ 2ാമതെത്തിച്ചു. 16 റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി ഒറ്റപ്പാലത്ത് 13 കോടി രൂപയും ഷൊർണൂരിൽ 14 കോടി രൂപയും അനുവദിച്ചു. പട്ടാമ്പിയിൽ ഇന്റർസിറ്റി എക്സ്പ്രസിന് സ്ഥിരം സ്റ്റോപ്പ് യാഥാർത്ഥ്യമാക്കി. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി 14 തവണ സർക്കാർ തലത്തിൽ ഇടപെട്ടുവെന്നും കഞ്ചിക്കോട്ടെ ബെമൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ലോക്സഭയിൽ ഉറച്ച നിലപാടെടുത്തുവെന്നും VK ശ്രീകണ്ഠൻ തൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലേക്ക് 18 കോടി രൂപയുടെ ജർമ്മൻ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതായും ശ്രീകണ്ഠൻ പറയുന്നു. 6300 കോടിയിലധികം രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതോടെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന നവീന പദ്ധതികൾ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞുവെന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് വീണ്ടും മത്സരരംഗത്ത് നിലയുറപ്പിക്കുന്നതെന്നും പാലക്കാടിൻ്റെ ഇനിയുള്ള വികസനത്തിന് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് VK ശ്രീകണ്ഠൻ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്ന് രാവിലെ മുതൽ VK ശ്രീകണ്ഠൻ, നമ്മുടെ പ്രിയപ്പെട്ട MP, പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുന്നു. കരിമ്പുഴ പഞ്ചായത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൂട്ടിലെ കടവിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെ ഫീൽ ചെയ്യുന്നു ആളുകളുടെ ഒരു പ്രതികരണം?
നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ രംഗം വളരെ സജീവമായിരിക്കുക. തെരഞ്ഞെടുപ്പ് ചൂട് ശരിക്കും വന്നിരിക്കുക. നമ്മുടെ പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ്. സാധാരണ ജനവിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ജനദ്രോഹ നയങ്ങൾക്ക് ഓപ്പണായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുക. വളരെ ആവേശമാണ് ജനങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മേഖലകളിലൊക്കെ തന്നെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഈ പാലക്കാടിൻ്റെ ചൂടിനെ അവഗണിച്ച് വലിയ ആവേശത്തോടെ അദ്ദേഹത്തെ എതിരേൽക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംശയമില്ല. അതുതന്നെയാണ് ഞങ്ങൾക്ക് രാവിലെ മുതൽ ശ്രീകണ്ഠൻ്റെ പ്രചരണ പരിപാടികളിലൂടെ സന്ദർശിച്ചപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന നിരവധി ആളുകൾ ഈ പ്രിയപ്പെട്ട MP യെ മാറോട് ചേർത്ത് നിർത്താൻ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും ഏപ്രിൽ 26 ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന വിജയനിർണായകമായ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠന് എല്ലാവരുടെ വിജയാശംസകൾ നേരുന്നു. ടോപ്പ് ആൻഡ് ഡൗൺ സ്ഥാനാർത്ഥിക്കൊപ്പം പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. ടോപ്പ് ഇൻ ടൗൺ ഓപ്പോസിറ്റ് KSRTC പാലക്കാട്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല.